കഴിഞ്ഞ ദിവസം ഡാൻസ് കളിച്ച് വൈറലായ ഒരു അമ്മച്ചിയുടെ സ്റ്റോറി എല്ലാവരും കണ്ടിരുന്നു. ഇപ്പം രണ്ടാമത് ഒരു ചേച്ചി ഒരു മണി വന്ന് പാർത്തായ എന്ന ഡാൻസ് കളിച്ചിട്ട് ഭയങ്കര വൈറലായേക്കാണ്. അതിനൊരു കാരണമുണ്ട്. എന്താണെന്നല്ലേ, ചേച്ചി നൈറ്റ് ഇട്ട് വീട്ടിൽ നിൽക്കുന്ന അതേ കോസ്റ്റ്യൂമില് പാട്ടിനൊത്ത് താളം കളിക്കുകയാണ്. അപ്പൊ അതിലൊരു കമന്റ്സ് ഒക്കെ വന്നിരിക്കുന്നത് ചേച്ചിയുടെ എക്സ്പ്രഷൻ കുറച്ചുകൂടെ കാണാൻ വേണ്ടിയിട്ട് അത് അടുപ്പിച്ച് പിടിക്കായിരുന്നു എന്നൊക്കെയാണ്. അപ്പൊ ഏതായാലും ഞാൻ ചേച്ചിനെ കാണാനാണ്, ചേച്ചിയുടെ വീട്ടിലാണ് എത്തിയേക്കുന്നത്. ഇതാണ് ചേച്ചി. ചേച്ചിയുടെ പേരെങ്ങനെ ചേച്ചി? എന്റെ പേര് സുമിത. സുമിത. വീട്, ചേച്ചിയുടെ വീട് മുട്ടത്താണ്. വീട് മുട്ടം, ജനിച്ചു വളർന്ന വീട് മുട്ടം, ചേക്കുന്ന കരിങ്കുന്നം. കരിങ്കുന്നം. എത്ര പിള്ളേരാ? എനിക്ക് 4 പേര്, 3 പെണ്ണും 1 ചെറുക്കനും. ഇതാണല്ലേ നിങ്ങളുടെ ശുന്ദര പേര്. വന്നതേ കശീനെ ഞാൻ എടുത്ത് എനിക്ക് മുള്ളിൽ തന്നെ എന്റെ ഉടുപ്പൊക്കെ നനച്ച് വെച്ചേക്കും അല്ലേ. ചേട്ടന്റെ പേരെങ്ങനെയാ? ചേട്ടനാണ് കേട്ടോ വീഡിയോ എടുത്തു കൊടുത്ത ആള്. നമ്മള് പക്ഷെ പലരും പറയുന്ന വീഡിയോ എടുത്തേക്കുന്നത് മക്കൾ ആരോ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. വീഡിയോ എടുത്തു ഇപ്പൊ ചേട്ടന്റെ കൊച്ചാണ് വീഡിയോ എടുത്ത് ഞാൻ ജസ്റ്റ് കയറി വരുമ്പോ ഇവര് ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് ഇവിടെ ക്ലാസ് കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ആ പാട്ടും കളിക്കാൻ വന്നു. അപ്പൊ ഇവിടെ 4 സ്റ്റെപ്പ് കളിക്കണം പറഞ്ഞു, 4 സ്റ്റെപ്പ് ആയിരുന്നു പറഞ്ഞു. അപ്പൊ ഇവള് പാട്ടിട്ട് കളിച്ച് തുടങ്ങിയപ്പോ ഫുള്ള് ഡാൻസ് കളിച്ചു. എനിക്ക് ഞാൻ ഒത്തിരി സന്തോഷിച്ചു. അത് കഴിഞ്ഞ ആദ്യം ഞാൻ ഇങ്ങനെ എന്റെ കൂട്ടുകാരെ അയച്ചു കൊടുത്തു. കൂട്ടുകാരുടെ ചേച്ചി ആണെങ്കിൽ സന്തോഷത്തിന്റെ മഞ്ജു എന്ന ചേച്ചി, ആ ചേച്ചി ഹസ്ബൻഡ് ദുബായിലാണ്, അങ്ങോട്ടേക്ക് അയച്ചു കൊടുത്തു. ആ ചേട്ടനാണ് ഇത് ഫേസ്ബുക്കിൽ ഇട്ടത്. പക്ഷെ ഞാൻ ആ സന്തോഷത്തിന്റെ ചേട്ടനാണ് ഇതിന്റെ എല്ലാ ക്രെഡിറ്റും ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോ എങ്ങനെയാ ഇവർക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലേ? ഫേസ്ബുക്ക് ഉണ്ട്. ചേട്ടൻ ഒരിക്കലും ഇട്ടില്ല. ചേട്ടന്റെ ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് വഴി ഇട്ടിട്ടാണ് ഇത് ഇത്ര വൈറലായത്. ഇത് പലരും ഇട്ടിട്ട് മില്യൺസ് ഒക്കെ അടിച്ചിട്ടുണ്ട്. ചേച്ചി ക്ലാസിക്കൽ നൃത്തം പഠിച്ചിട്ടുണ്ടോ? സുന്ദരി ഡാൻസ് പഠിച്ചിട്ടേ ഇല്ല. പിന്നെ സ്കൂളിൽ പഠിച്ചോണ്ടിരുന്ന സമയത്ത് കളിച്ചിട്ടൊക്കെ മത്സരത്തിനായിട്ട് പോകുമ്പോ അടുത്ത വീട്ടിലെ അജിത എന്ന് പറയുന്ന ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ അടുത്ത് പോയി മത്സരത്തിനായിട്ട് പഠിക്കാൻ പോകും. അതല്ലാതെ വേറൊരു ഡാൻസ് പഠിക്കാൻ ഞാൻ പോയിട്ടേ ഇല്ലല്ലേ. ഇപ്പൊ ചേട്ടൻ തന്നെ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ ഭാര്യ ക്ലാസിക്കല് കളിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് ക്ലാസിക്കലൊക്കെ കളിച്ച് കാണിച്ചിരുന്നു. ഡാൻസ് കളിക്കുന്ന അറിയാമായിരുന്നു. പണ്ടൊക്കെ എങ്ങനെയാണ് നമ്മൾക്ക് സ്റ്റേജ് ഷോസ് ആണോ സ്കൂളിലാണോ കളിച്ചോണ്ടിരുന്നത്? സ്കൂളിൽ വല്ല വേറെ ദിവസമൊന്നും പോയിട്ടൊന്നും. നമ്മുടെ വീടിന്റെ അടുത്തുള്ള ക്ലബ്ബ് കാണുമല്ലോ, അവിടെ ഓണാഴ്ച പരിപാടിക്കൊക്കെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. വേറെ അടുത്തും പോയിട്ടൊന്നുമില്ല. അപ്പൊ ചേട്ടൻ ഡാൻസ് കണ്ടാണ് കിട്ടിയേ? ഇത് ചേച്ചിയുടെ അമ്മയല്ലേ? ചേട്ടന്റെ അമ്മ അറിഞ്ഞോ ചേച്ചിയുടെ ഡാൻസ് ഇപ്പൊ ഭയങ്കര വൈറലായിട്ട് നിൽക്കുന്നത്? ഇപ്പൊ എന്നോട് വന്നപ്പം പറഞ്ഞു പിന്നെ വിറയ്ക്കുവോ അമ്മച്ചി? ഞാൻ പറഞ്ഞു വിറയ്ക്കേണ്ട, ധൈര്യമായിട്ടങ്ങ് പൊയ്ക്കോളാം. അല്ല ചേച്ചി കളിക്കുന്ന കണ്ടിട്ട് പലരും പറഞ്ഞു നന്നായിട്ട് കളിക്കുന്ന. അതായത് ഇത് ചേച്ചി പറഞ്ഞ പോലെ തന്നെ ക്ലാസിക്കൽ നൃത്തമൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലെ പോലത്തെ. അയ്യോ എന്നെ ഇടിക്കല്ലേടാ കുഞ്ഞു. ഇവിടുത്തെ ചേച്ചിയുടെ പെറ്റ്സ് ആണല്ലേ, ചേച്ചിയുടെ കൂട്ടുകാരാണ്. ആ പുള്ളീനെ എടുക്കാത്തോണ്ട് എന്നെ ഇടിച്ചോണ്ട് നിൽക്കുവാണേ. ചേച്ചിയുടെ 2 പെൺമക്കളുടെ കൂടെയാണ് അവരെപ്പോഴും എവിടെ നിൽക്കുന്നത് അല്ലേ? പേരെങ്ങനെയാ? നിർത്തി. ആജിൽ മരിയ രതീഷ്. അലന മരിയ രതീഷ്. അലോന. അത് ആമി തെരേസ രതീഷ്. ആമി തെരേസ രതീഷ്. ഇത് ആദവ് രതീഷ്. ഇവന് എത്ര പ്രായമായി? 8 മാസം. ഈ ചേച്ചിക്ക് 3 പ്രസവമായിരുന്നു? അല്ല 4 പേരും നോർമൽ ഡെലിവറി ആണ് അല്ലെ? സ്റ്റെപ്പൊക്കെ കണ്ടപ്പോ ഞാൻ ചോദിച്ചത്. ഒരു കുഴപ്പമില്ല. അല്ല ചേച്ചി ഈ ചേട്ടൻ പറഞ്ഞു അന്ന് ചേച്ചി വന്നപ്പോ ക്ലാസിക്കൽ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അത് ചുമ്മാ ചേട്ടന്റെ മകളുമായിട്ട് ഒന്ന് കളിച്ചതാണ്. എങ്ങനെയായിരുന്നു? അല്ല, ഞങ്ങൾക്ക് ഇവിടെ പള്ളിയില് വാർഡ് വാർഷികമുണ്ട്. അപ്പൊ ഞാനും അനിയത്തി കൊച്ചും ഉണ്ട്. അവർ ഡാൻസ് കളിക്കാന്നുള്ള ഇതില് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് ചേട്ടൻ വന്നത്. അപ്പൊ എന്നോട് ചോദിച്ചു ഇങ്ങനെ ആ ഒരു മുറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കളിച്ചിട്ടുള്ളത് അറിയാം, അതുകൊണ്ട് എന്നോട് പറഞ്ഞു ആ സ്റ്റെപ്പ് ഇട്ടൊന്ന് കളിക്കാൻ അവിടെ ചോദിച്ചു. അടുത്തിരിക്കുവായിരുന്നു ഞാൻ. അപ്പൊ പറഞ്ഞു ഞാൻ 2 സ്റ്റെപ്പേ കളിക്കുള്ളൂ എന്ന് പറഞ്ഞു. ആദ്യം മതി എന്ന് പറഞ്ഞു. അത് കളിച്ചു തുടങ്ങിയപ്പോ നമുക്കൊരു ആഗ്രഹം മൊത്തം കളിച്ചു. ചേച്ചി നൈറ്റിയിലാ വൈറലായിരുന്നു. കോസ്റ്റ്യൂമില്ല. ചേച്ചി ഒരു മുറിയിൽ പണ്ട് കളിച്ചപ്പോ ഏത് കോസ്റ്റ്യൂം ആയിരുന്നു? അത് നല്ല വേഷം, സ്കൂളിൽ കളിച്ചതല്ലേ, നല്ല വേഷം ഇട്ടാണ് കളിച്ചത്. എടാ നീ ഞാൻ ഇത്ര ഇടിയും കൊണ്ട് അടിയും കൊണ്ട് വേണം ഇവിടെ നിക്കാൻ. ഇവനെ ഞാൻ അറിയാത്ത ആളായതുകൊണ്ടാണ് എന്നെ ഇടിക്കുന്നത്. എല്ലാരും ഇടിച്ചു ചെറുപ്പാക്കുന്നവനായിരുന്നു. അമ്മേ ചേച്ചി കളിക്കൂന്ന് അറിയായിരുന്നോ നേരത്തെ? അറിയായിരുന്നു.
അപ്പൊ ഇവിടെ പള്ളിയിലെ പരിപാടികളിലാണോ കൂടുതലും കളിച്ചേക്കുന്നത്? അല്ല ഞങ്ങക്ക് വാർഡ് വാർഷികമാണ്. അപ്പൊ അതിന് കളിക്കാനായിട്ട് പഠിക്കുന്നത്. ചേട്ടൻ ഇനിയിപ്പൊ ചേട്ടൻ ഈ വൈറലായത് കണ്ടിരുന്നു? ശരിക്കും ചേട്ടൻ കണ്ടിരുന്നു? ഞാൻ എനിക്ക് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിരുന്നു. പക്ഷെ ഇത്രമാത്രം ആവുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. അതിനുശേഷം കൂട്ടുകാരൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞു, എടാ ഇത് ഇവിടെ നിൽക്കുന്ന ലക്ഷണമില്ല, ഇതിങ്ങനെ കയറി പോവാന്ന് പറഞ്ഞു. ചേട്ടൻപള്ളി ബൈക്കത്ത് വിളിച്ച് പറയുന്നുണ്ട്, എടാ ഇത് ദുബായിൽ അവിടെ എല്ലാ ആൾക്കാരും ഷെയർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അയ്യോ ചേട്ടാ അത് കയറി പോട്ടെ എന്ന് ഞാനും പറഞ്ഞു. പക്ഷെ ഇത്ര പെട്ടെന്ന് വെറും രണ്ട് ദിവസം കൊണ്ട് ഇത്രമേൽ ഇത് വൈറലായി. എന്തുകൊണ്ടായിരിക്കാമെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ടാകാം ആ വീഡിയോ അത്ര വൈറലായത് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ സാധാരണ ഒരു ഇത്ര വൈറലാണെങ്കിൽ ഒരു കോസ്റ്റ്യൂം കിട്ടിയ ഇത്ര വൈറലാൻ സാധ്യതയില്ല. അത് തന്നെയല്ല, പിന്നെ എന്റെ മകള് വാർഡ് കളിച്ചു, അവിടെ ഫസ്റ്റ് കിട്ടി. പിന്നെ പഞ്ചായത്ത് കളിച്ചു, അവിടെ ഫസ്റ്റ് കിട്ടി. പിന്നെ ബ്ലോക്കിൽ പോയി, പിന്നെ ഇടുക്കി ജില്ലക്ക് കളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ സ്റ്റേറ്റിൽ പോയി, തൃശ്ശൂര്. അവിടെ പോയിട്ട് കിട്ടിയില്ല. ചേച്ചി അത്രയൊക്കെ പോയിട്ടുണ്ട് മത്സരിക്കാൻ? അയൽക്കൂട്ടത്തിന്റെ കേരളോത്സവം എന്തോ അരങ്ങെന്ന്. അപ്പം ഈ വീട് ചേച്ചിയുടെ കോസ്റ്റ്യൂം ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിച്ചത്. നൈറ്റിയിൽ എങ്ങനെയാ ഇത്ര കോൺഫിഡൻസോടെ കളിക്കാൻ പറ്റുന്നത്? ഇവിടെ ഓരോ ഡാൻസ് കളിക്കുമ്പോൾ ഞാൻ ആ ഡ്രസ് ഇട്ടുകൊണ്ട് തന്നെ കളിക്കുന്നത്. എല്ലാ ആ ഡ്രസ് ഇട്ടുകൊണ്ട് തന്നെ. വേറെ ഏതൊക്കെ കളിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്? അങ്ങനെ പ്രത്യേക പ്രാക്ടീസ് ഒന്നും ചെയ്യും. ഞാൻ ചിലപ്പോ ഇപ്പൊ കളിക്കുന്നതായിരിക്കല്ല, പിന്നെ ഞാൻ ആ പാട്ട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ കളിക്കുന്നു. നമ്മുടെ മനസ്സിൽ തോന്നുന്നു ചേച്ചി മനസ്സിൽ തോന്നുന്ന സ്റ്റെപ്പാ. ചേച്ചി കാര്യം പഠിപ്പിച്ചിട്ടൊന്നും ഇല്ല. ഇപ്പൊ പുതുതായിട്ട് വന്നത് ഏതാണ്? ഇത് മാത്രമേ ഉള്ളോ? ഞാൻ ആദ്യമായിട്ട് കളിച്ചിട്ടുണ്ട്, അല്ലാതെ വേറെ ഇങ്ങനെ വീഡിയോ ആയിട്ട് അങ്ങനെ ഒന്നും പോയിട്ടൊന്നുമില്ല. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. പിന്നെ വേറെ ഡാൻസുകളൊക്കെ കളിച്ചിട്ടുണ്ട് ഇഷ്ടംപടി. ഇപ്പൊ എനിക്ക് വേണ്ടിട്ട് ഒന്നും കളിക്കോ? തീർച്ചയായിട്ടും കളിക്കാം. ഞാൻ പാട്ടിടാം, ഒറ്റ മിനിറ്റ്. ചേച്ചി അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സ്റ്റെപ്പൊക്കെ? ഒരു മ്യൂസിക് കിട്ടിയ റിതം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി സെറ്റ് ചെയ്ത് കളിക്കുന്നതാണോ, അതോ തന്നെത്താനെ കൊറിയോഗ്രാഫി ചെയ്യുന്നതാണോ? തന്നെത്താനെ ഞാൻ കളിക്കുന്നത്. എനിക്ക് ക്ലാസിക്കൽ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. പഠിച്ചിട്ടില്ല, മറ്റുള്ളവർ കളിക്കുന്നതൊക്കെ ഭയങ്കര കൊതിയുണ്ട്. നമ്മുടെ സാഹചര്യം അതൊക്കെയാണല്ലോ. ഇഷ്ടമാണ്. പിന്നെ നമ്മളെ തന്നത്ര പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന സ്റ്റെപ്പ് എടുത്ത് കളിക്കും. ചേച്ചി ശരീരം നന്നായിട്ട് വഴങ്ങുന്നുണ്ട്. ഞാനൊക്കെ ഇങ്ങനെ പോലും പിടിക്കാൻ പറ്റാത്ത വഴങ്ങത്തില്ല. ചേച്ചി നന്നായിട്ട് ബോഡി നന്നായിട്ട് വഴങ്ങുന്നുണ്ട്. ചേച്ചി ഇതിനകത്തെ കമന്റ് ഒക്കെ വായിച്ചിരുന്നു? കമന്റ് ഒക്കെ എന്നതൊക്കെയായിരുന്നു? കമന്റ് ഇതുവരെ മോശമായിട്ടൊന്നും കണ്ടിട്ടില്ല, ഇവരും കണ്ടില്ല. എല്ലാവർക്കും നല്ല സപ്പോർട്ട് തരുന്ന രീതിയിലുള്ള കമന്റുകളാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചേട്ടൻ എന്ത് കമന്റാ കണ്ടേക്കുന്നത് ചേട്ടാ? ഞാൻ കമന്റ് 1-2 കമന്റ് ഒക്കെ ഇച്ചിരി മോശമായിട്ടൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ അതിനൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. അതൊക്കെ അവരെ അറിയില്ലായ്മ എന്ന് മാത്രം ഞാൻ പറഞ്ഞു. ഇത് കള്ളു കുടിച്ചിട്ട് കളിച്ച ഡാൻസ് ആണ് എന്നൊക്കെയാണ് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ 100% ഉറപ്പ് പറയുന്നു, അല്ല ചേച്ചിക്ക് നല്ല കലാവാസനയുള്ളതുകൊണ്ട് കളിച്ചതാണ്. അല്ല സുന്ദരി? പക്ഷെ ഒരിക്കലും അല്ല, കള്ളു കുടിച്ചിട്ടൊന്നും അല്ല. അവള് സ്വന്തം കലാവാസന കളിച്ച കളിയാണിത്. ഇത് ആർക്ക് വേണം വന്ന് ഇവിടെ നേരിട്ട് കാണാം, ഒരു കുഴപ്പമില്ല. അല്ല ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു, ചേച്ചിയുടെ ഇന്റർവ്യൂ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. പക്ഷെ നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയത്തില്ല, നിങ്ങൾക്ക് നന്നായിട്ട് കളിക്കാൻ അറിയാം കേട്ടോ. നിങ്ങളുടെ വീടാണ് ഇതല്ലേ? ഈ വീടിനെ കുറിച്ച് ഒരുപാട് പേര് കമന്റ് പറഞ്ഞിരുന്നു. ഇവിടെ എന്നെ ഒന്ന് കാണിക്കൂ നിങ്ങളുടെ വീട്. ഇതാണ് ചേച്ചിയുടെ സ്വർഗം അല്ലെ ചേച്ചി? അതെ, സ്വർഗം. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? കല്യാണം 9 വർഷമായി. 9 വർഷം. 9 വർഷം. 4 പേര്. 4 പിള്ളേരും. ഇതാണല്ലോ അച്ഛൻ. ഇത് പപ്പായാണ്. പപ്പായ്ക്ക് സ്റ്റോക്ക് വന്നിട്ട് 5 കൊല്ലമായി. പയ്യെ വടിയൽ നടക്കും, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ പെര പണിയാനൊക്കെ എല്ലാം സജ്ജീകരണം ഒരുക്കി വെച്ചപ്പോൾ അപ്പൊ സ്റ്റോക്ക് വന്ന് കോളഞ്ചേരിയിലായിരുന്നു. അവിടെ നമുക്ക് കുറച്ച് 5-8 ലക്ഷം രൂപ നമുക്ക് മുടക്കായി. അതുകൊണ്ട് പെരവണി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എല്ലാ സഹായം കൊണ്ട് ഒരു വീട് നമ്മൾ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റോപ്പായ ലക്ഷണത്തിലാണ് നിൽക്കുന്നത്. ഇനി ആരുടെയൊക്കെ സഹായം കിട്ടുവാൻ മാത്രമേ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പപ്പായ്ക്ക് ഒരു മാസം 2000 രൂപ മരുന്ന് വേണം, അമ്മച്ചിക്ക് മരുന്ന് വേണം. പിന്നെ പിള്ളേരുടെ കാര്യം ഒരു ചെറിയ ഞാൻ തന്നെ ഒരു കൂലിപ്പണിയാണ്, പൈനാപ്പിളിന്റെ പണിയാണ്. ഒരാൾ പോയി കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കുന്നത്. ഇതുവരെ ദൈവം സഹായിച്ച് ഒരു തടസ്സം നമുക്ക് ഉണ്ടായിട്ടില്ല, മുന്നോട്ട് പോകുന്നു. ഇനി
ഇതാണോ നിങ്ങൾ കിടക്കുന്നത് 4 പേരും കിടക്കുന്ന സ്ഥലം? ഞങ്ങൾ പിള്ളേർ കിടക്കുന്ന മുറിയാണ്. ഇത് പിള്ളേര് കിടക്കുന്ന മുറി? 4 പേരോ? 4 പേര്. അച്ചോടാ, എവിടെ വാവ കിടക്കുന്നേ? അവളെ അമ്മച്ചി എടുത്ത് കിടക്കുന്നത്. അതാണ് ഇത് ചമ്മി നിക്കണത്. ഇവിടെയാണ് നിങ്ങള്? ഞങ്ങളെല്ലാവരും കിടക്കും. അവിടെ ചിലപ്പോ അമ്മയോടെ പോയി കിടക്കും. ഇപ്പൊ ഈ വീട് മുഴുവൻ പോവാറായിട്ടിരിക്കുകയാണല്ലേ? പോകാറായിരിക്കുകയാണ്. ഈ മഴക്കാലം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാ ഈ മഴക്കാലത്തിന് മുമ്പ് ഇവിടുന്ന് കയറി പോണെന്നിടത്താണ് ഇരിക്കുന്നത്. ഷീറ്റ് കെട്ടിയിട്ടുണ്ടോ മേളില്? അമ്മേൽ പറഞ്ഞിട്ടുണ്ട്. അതായത് എന്താ, നനവാണോ അതോ? നനവായിട്ട്. ഈ വീടിന്റെ അവസ്ഥ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഫുള്ള് പോയിരിക്കുകയാണ്. അവരുടെ വീട് മുകളിൽ പണിയുന്നുണ്ട്. അതനുസരിച്ച് ഇപ്പൊ ചേട്ടന്റെ ആവശ്യം, അതായത് ഈ ഒരു എന്താ പറയാ, ഈ മഴക്കാലത്തിന് മുന്നേ കയറി താമസിക്കാൻ പറ്റണം. കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ സത്യമായിട്ട് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ട്. ചേച്ചിയുടെ ഒരു ഡാൻസ് അല്ലെങ്കിൽ അത് പറയാണ് കേട്ടോ. അതായത് ചേച്ചിയുടെ ഡാൻസ് കണ്ടിട്ടാവാം ഞാൻ ഇവിടെ വന്നത്, അല്ല കണ്ടിട്ടാവാന്നല്ല, കണ്ടിട്ടാണ് വന്നത്. അപ്പൊ ആ ഡാൻസില് ഒരു പക്ഷേ എനിക്കറിയില്ല, നിങ്ങൾ കണ്ടവരിപ്പോ ഒരുപാട് ആളുകൾ നമ്മൾ ചേച്ചിയുടെ ഡാൻസ് കണ്ടിരുന്നു. ആളുകളൊന്ന് ചേർത്ത് നിർത്തി ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അല്ല, ഒരുപാട് പേര് പറഞ്ഞു അടുക്കളപ്പണി നമ്മള് സ്ത്രീകൾ ഒതുങ്ങി പോയി എന്നൊക്കെ പറയുന്നത്. ചേച്ചിക്ക് എന്താണ് ശരിക്കും ആഗ്രഹം? എവിടെയെങ്കിലും വിളിച്ചാല് നല്ല രീതിയിൽ ഒരു പ്രാക്ടീസ് ഒക്കെ എടുത്തിട്ട് പോണമെന്നുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട്. സപ്പോർട്ട് എനിക്കുണ്ട്. എനിക്ക് എന്റെ ഭാര്യ ക്ലാസിക്കൽ കളിക്കുന്ന ഇഷ്ടമാണ്. താല്പര്യമുണ്ട്. പിള്ളേരെ പഠിപ്പിക്കാൻ വിടണമെന്നുണ്ടോ? അതൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. അവരെ ഡാൻസ് പഠിക്കണം ആഗ്രഹം എനിക്കുണ്ടല്ലേ. പിന്നെ വീട്ടിലെ അമ്മയൊക്കെ കണ്ടിരുന്നോ ചേച്ചി? കണ്ടു. അവർക്ക് ഭയങ്കര സന്തോഷമായി. നാട്ടിലിപ്പോ സ്റ്റാർ ആയല്ലോ. അവിടെ അമ്മ ചെന്നപ്പോഴത്തേ എല്ലാരും പറഞ്ഞു കൊച്ചിന്റെ ഡാൻസ് ഞങ്ങള് കണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. എല്ലാവർക്കും ഒത്തിരി പേരെന്നെ വിളിച്ചു കേട്ടോ. അഭിപ്രായം പറഞ്ഞു. ചേച്ചി സന്തോഷം. നമ്മൾ പറഞ്ഞില്ല എന്തുകൊണ്ട് ആ വീഡിയോ 2-3 കാരണമാണ്. വീട്ടിലകപ്പെട്ട സ്ത്രീകളുണ്ട്, സാധാ സ്ത്രീകള്, അവരുടെ ഒരു സന്തോഷമാണ് ചേച്ചിയുടെ കളിയിലൂടെ കണ്ടത്. ഒരുപാട് പേര് ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല അമ്മയ്ക്ക് കളിച്ചുകൂടെ എന്ന് ചോദിച്ചു ഇനി ആളുകളൊക്കെ രംഗത്തേക്ക് വരട്ടെ. ഏതായാലും ചേച്ചി താങ്ക് യു. നന്നായിട്ട് ചേച്ചിക്ക് സ്റ്റേജ് കിട്ടും, ഉറപ്പാ. അവിടെ സുന്ദരി പോട്ടെ.